ഷെയ്ഖുനയോട് ബഹുമാനപ്പെട്ട പാനൂർ മൂസ മുസ്ലിയാർ അവറുകൾ ചെന്ന് ചോദിച്ചു, ഷെയ്ഖുന അങ്ങ് നിസ്കരിക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്, അങ്ങയെപ്പറ്റി അങ്ങനെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഷെയ്ഖുന പറഞ്ഞത്, അത് പറയുന്നത് വഹാബികളാണെങ്കിൽ അവർ ചത്തുപോകട്ടെ, അത് പറയുന്നത് ആലിമീങ്ങളാണെങ്കിൽ അവർക്ക് മാപ്പുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായി നമ്മളിടയിൽ ഒരുപാട് ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് മഹാന്മാരെ പറ്റി അവർ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ളൊരു മഹാനെ നമ്മൾ അറിവിൽ കേട്ടിട്ടില്ല. കേരളത്തിലാകട്ടെ അല്ല ഇന്ത്യയിലാകട്ടെ നമ്മളെ ചെവിട് കൊണ്ട് നാം ഒന്നും കേട്ടിട്ടില്ല. ഷെയ്ഖുന ഖുത്ബുൽ ആലം റഈസു സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹ അഷേഖ് മുഹമ്മദ് അബൂബക്കർ അൽ മദവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ചെറുപ്പം മുതൽ തന്നെ, ജനനം മുതൽ തന്നെ വിലായത്തിൻ്റെ പദവികളെ കൊണ്ട് മറ്റ് മഹാന്മാർ വിശാറത്ത് നൽകുകയും പിന്നീട് അവരുടെ ജീവിതത്തിലെ ഓരോ നിഖില മേഖലകളും ഔലിയാക്കന്മാർ മുഴുവനും അവിടത്തേക്ക് വന്ന് കീഴ്പ്പെടുന്ന അല്ലെങ്കിൽ അവിടത്തേക്ക് വന്ന് വഴിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മഹാനവറുടെ ജീവിതത്തെ കാണാം. സാധാരണ ഒരു കുരുക്കൾ ഒരാളെടുക്കൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുരുക്കളായി മാറിയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു ഈ ശിഷ്യൻ്റെ അടുക്കൽ നിന്ന് പഠിക്കൽ അപൂർവമാണ്. അതേത് മേഖലയിലും അങ്ങനെയാണ് കാണാറുള്ളത്. ഉസ്താദുമാർ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നുകൊണ്ട് ഇജാസത്തുകൾ സ്വീകരിക്കുകയും ത്വരീഖത്തുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണാറില്ല, അപൂർവമാണ്. എന്നാൽ ആ അപൂർവത്തിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുത്ബുൽ ആലം മഹാനവറുകൾ. മഹാന്മാരുടെ മശായിഖന്മാരുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഖുത്ബുൽ മശായിഖ് അഷേഖ് മുഹമ്മദ് ഹാജി അൽ വടകര, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് തങ്ങൾ പാപ്പ, ബഹുമാനപ്പെട്ട ഞണ്ടാടി അബൂബക്കർ ഷെയ്ഖ് അവറുകൾ, ബഹുമാനപ്പെട്ട നൂഞ്ഞേരി ഷെയ്ഖ് അവറുകൾ, അതുപോലെ തന്നെ പുൽമുഹിയുദ്ദീൻ സാഹിബ് അവറുകൾ, ബഹുമാനപ്പെട്ട ആലുവ അബൂബക്കർ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വലിയ വലിയ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ടവരുടെ മശായിഖന്മാരുടെ പരമ്പരയിൽപ്പെട്ടതാണ്. ആ മശായിഖന്മാർ മുഴുവനും ആ ഉസ്താദുമാർ മുഴുവനും പിന്നീട് ഷെയ്ഖുന ഖുത്ബുൽ ആലമിൻ്റെ മുരീദായിട്ടാണ് പിന്നീട് അവർ വഫാത്താകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ് നമുക്ക് കാണാം. ഷെയ്ഖുന പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ധാരാളം തെളിവുകളാണ്. ബഹുമാനപ്പെട്ടവർ ഞങ്ങളുടെ അഫ്ആലുകളോട് നിങ്ങൾ പിന്തുടരേണ്ടതില്ല, ഞങ്ങളുടെ അക്വാലുകളോടാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഞങ്ങൾ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് പിന്തുടരാം, ഞങ്ങളുടെ അഫ്ആലുകൾ നിങ്ങൾക്ക് പിന്തുടരാനുള്ളതല്ല. മറ്റൊരാൾ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളോട് ഒരു സംശയം ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ മത്ബൂ അല്ല, എന്നൊരാൾ പിന്തുടരാൻ പറ്റുന്ന രീതിയിലല്ല ഞാൻ ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്നത്. ആലിമീങ്ങൾക്ക് വലിയ പിന്തുണയും ആലിമീങ്ങളുടെ വാക്കുകൾക്ക് വലിയ സപ്പോർട്ട് നൽകിയ മഹാനവറുകൾ. ഒരു പ്രാവശ്യം നമുക്കറിയാം, ഷെയ്ഖുനയോട് ബഹുമാനപ്പെട്ട പാനൂർ മൂസ മുസ്ലിയാർ അവറുകൾ ചെന്ന് ചോദിച്ചു, ഷെയ്ഖുന അങ്ങ് നിസ്കരിക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്, അങ്ങയെപ്പറ്റി അങ്ങനെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഷെയ്ഖുന പറഞ്ഞത്, അത് പറയുന്നത് വഹാബികളാണെങ്കിൽ അവർ ചത്തുപോകട്ടെ, അത് പറയുന്നത് ആലിമീങ്ങളാണെങ്കിൽ അവർക്ക് മാപ്പുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ പറയുകയാണ്. മറ്റൊരവസരത്തിൽ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അവറുകൾ പ്രസംഗ സമയത്ത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമിൻ്റെ ഹദറത്തിൽ വെച്ച് അവരന്ന് സ്റ്റേജിലുണ്ട്, പഴയ കാലത്താണ്. ആ കാലത്ത് അന്ന് പ്രസംഗിക്കുമ്പോൾ നിസ്കാരത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയണം, അത് തന്നെ പറയണം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്ക് സപ്പോർട്ട് ചെയ്ത അനുഭവം നമുക്ക് കാണാം. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്നില്ല എന്ന് ചിലർ പറഞ്ഞപ്പോൾ ആ നിസ്കാരം കാണിച്ചു കൊടുത്തത് നമുക്കനുഭവത്തിൽ പലരും നമ്മളോട് പറഞ്ഞ് നമുക്കറിവിലുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഓരോ വാക്കും തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ ഓരോ ചലനങ്ങളും ഓരോ നിമിഷങ്ങളും കറാമത്തായിട്ട് അനുഭവിച്ചതാണ് അവരുമായി അടുത്തിട്ടുള്ള വളരെ മുഹബ്ബീങ്ങളായ ആളുകൾ പറയുന്നത്. അവിടുത്തെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്ര കറാമത്തുകളാണ് കാണുന്നതെന്ന് പറയാൻ കഴിയാത്തത്ര വിധം ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു.